പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലെ അങ്ങോട്ട് തുടങ്ങുക കേട്ടോ. രാവിലെ തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്ന് ജൂൺ 19-ാം തീയതിയാണ്. 19-ാം തീയതി രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ, വ്യാഴാഴ്ച. അപ്പം ഞാൻ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് ജോലിക്ക് പോകാനാണ്. പക്ഷെ ജോലിക്ക് കയറി എത്ര സമയം അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇന്ന് ഒരുപാട് ആഗ്രഹിച്ച, ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നടക്കുന്ന ദിവസമാണ്. യാഥാർത്ഥ്യം പറഞ്ഞാൽ ഒരു 42 വയസ്സിനുള്ളിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം, അതായത് അത് നടപ്പിലാക്കാനുള്ള ഒരു ത്രാണി, അതൊക്കെ എനിക്ക് ഈശ്വരൻ തന്നു. വലിയ വിപുലമായിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും അത് പൂർത്തീകരിക്കാൻ ഞാൻ എടുത്ത ഒരു തീരുമാനവും അതൊക്കെ പൂർത്തീകരിക്കാൻ ദൈവം എന്നെ അനുവദിച്ച ദിവസമാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷവും അതിലേറെ എന്താ പറയുന്നത്, എനിക്ക് എന്നോട് തന്നെ ഒരു വിശ്വാസവും തോന്നുന്ന ദിവസമാണ്. ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മനുഷ്യരുടെ മുമ്പിൽ ചെറുതെങ്കിലും ചില കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോൾ നമുക്ക് നമ്മളോടൊരു വിശ്വാസം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് ആങ്ങളയുടെയൊക്കെ വീട് നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീടുണ്ടായിരുന്നു, അതെല്ലാം പൊളിച്ച് കളഞ്ഞ് അടച്ചുറപ്പുള്ള ഒരു കുഞ്ഞു വീട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കയറി താമസമാണ് ഇന്ന്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിപുലമായിട്ടൊന്നും വീട് വെച്ചില്ല. ചടങ്ങുകളും അതുപോലെയൊന്നുമില്ല. പാല് കാച്ചുന്നു, കയറി താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരെയും ക്ഷണിച്ചിട്ടൊന്നുമില്ല. ഒരാഘോഷവും പരിപാടികളും ഒന്നുമില്ല. ഒന്നാമത് അവനിവിടെയില്ല, മാമിയില്ല, ആരുമില്ല. പിന്നെ ഞങ്ങൾ ഇത്രയും പേരൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ചടങ്ങുകളൊന്നുമില്ല. നമ്മൾ കയറി താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയെങ്കിലും അനുവദിച്ച ദൈവത്തിനോട് നന്ദി പറയുവാണ്. നമ്മൾ വീട് പണി തുടങ്ങുന്നത്, കല്ലിടുന്നത് എല്ലാം ഓരോ വ്യാഴാഴ്ച ദിവസങ്ങളിലായിരുന്നു. നമ്മുടെ പാലുകാച്ചും വ്യാഴാഴ്ച ദിവസമാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാം വ്യാഴാഴ്ചയായിരുന്നു, ഇതും വ്യാഴാഴ്ച മിക്കവാറും വരുമെന്ന്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളും ദൈവം നടത്തി. അപ്പം ഞാൻ ഇന്ന് രാവിലെ അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ ചെയ്യാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജോലിക്കിരിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് ചെയ്യാതിരിക്കാൻ ഇന്ന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോയി നോക്കട്ടെ. എന്നിട്ട് എനിക്കിങ്ങോട്ട് വരേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് നമുക്കിവിടെ ഇന്ന് പുറത്തെ പണികൾക്കൊക്കെ ആയിട്ട് 4 പേര് ജോലിക്കുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഇന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല, പാഴ്സൽ വരുത്തുവാണ്. അപ്പോൾ നമ്മളത് ഉച്ചയ്ക്ക് അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കണം. പിന്നെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ് നമ്മൾ പാല് കാച്ചുന്ന സമയം. അപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. മൂനിക്കുട്ടനും ജാനിക്കുട്ടിക്കും ഇന്ന് സ്കൂളുണ്ട്. പക്ഷേ ഓട്ടോ വണ്ടിയൊന്നും വരത്തില്ലായിരുന്നു. അവർ ഇന്നലെ തൊട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്, പുതിയ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ ദൈവം അനുവദിച്ച് ഇന്ന് സ്കൂളില്ല. സ്കൂളുണ്ട്, വണ്ടിയൊന്നും വരത്തില്ല. സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വരാത്തതുകൊണ്ട് എനിക്ക് മോനിക്കുട്ടിനെ വിടാൻ പ്രയാസം ഉണ്ടായിരുന്നു, വിട്ടില്ല. അമ്മമ്മയുടെ അടുക്കലോട്ട് പോയിട്ടുണ്ട്. ജാനിക്കുട്ടിയൊക്കെ വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര്, ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തതിൻ്റെ കാര്യം, നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, ധൈര്യം തന്നവരുണ്ട്. അപ്പോൾ അവരോടെല്ലാം സ്നേഹം അറിയിക്കുവാണ്. എല്ലാവരുടെ മനസ്സുകൊണ്ടുള്ള സാന്നിധ്യം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുവാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്നും കൂടെ ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ ഇതെല്ലാം നടന്നു കിട്ടിയതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ പലരും എൻ്റെ ഈ ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിനെ പറ്റി അതിനെപ്പറ്റിയൊക്കെ സംശയങ്ങൾ ചോദിച്ചവരുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിലോട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാം കേട്ടോ. ഇപ്പം ഞാൻ പോയേച്ച് വരാം. സമയം കുറച്ചായി, പോയിട്ട് ഓടി വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അവധി ചോദിക്കാമെന്നുള്ള വിചാരത്തിലാണ് പോകുന്നത് കേട്ടോ. കാരണം എല്ലാം കൂടി എനിക്ക് ഓടിപ്പാഞ്ഞ് നടക്കാൻ വയ്യ. ചെയ്ത് തീർക്കാനുള്ളത്, ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്ത് തീർത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പോയേച്ച് വരാം കേട്ടോ. ചെറിയൊരു കുഞ്ഞു വീടാണെങ്കിൽ പോലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാതെ സുരക്ഷിതമായിട്ട് കിടക്കാൻ ഒരു ഇടം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് എൻ്റെ ആങ്ങളെ സംബന്ധിച്ച് അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവനത് നടപ്പിലാക്കാൻ ചിന്തിക്കാൻ പറ്റുന്ന കാര്യം പോലും അല്ലായിരുന്നു. അതുകൊണ്ട് അവനത് മാറ്റി വെച്ചപ്പോൾ ഞാനായിട്ടാണ് തീരുമാനിച്ചത് നമുക്കത് ചെയ്യാം, അങ്ങനെയൊരു ധൈര്യം കൊടുത്തതും. അതുകൊണ്ട് അങ്ങനെ അത് ഇത്രയെങ്കിലും പൂർത്തീകരിക്കാൻ സഹായിച്ച ഈശ്വരനോടും അതിനെ ഞങ്ങളോട് പ്രാർത്ഥനയോടെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പുറകാലി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത് കാണിക്കാം കേട്ടോ. പോയിട്ട് വരാം.
ഞാനൊരു 12 മണിക്ക് മുമ്പേ ഇങ്ങ് വന്നു. കാരണം കോൺട്രാക്ടർക്ക് എങ്ങോട്ടോ യാത്രയുണ്ട്. അപ്പോൾ അതിന് മുമ്പേ അദ്ദേഹം വന്ന് താക്കോൽ ഇങ്ങ് തരാമെന്ന് പറഞ്ഞ്. ഔദ്യോഗികമായിട്ട് താക്കോലൊക്കെ വാങ്ങിച്ച് അമ്മയാണ് ആദ്യം കയറുന്നത് കേട്ടോ. പിന്നെ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ, വീടെന്ന് പറയുമ്പം കയറി വരുന്നത് ഒരു ഹാള്, പിന്നെ 2 റൂമായിട്ടാണ് നമ്മൾ പണിഞ്ഞിട്ടുള്ളത്. ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂം ആക്കിയിട്ടാണ് പണിഞ്ഞത്. മറ്റേതും ഒരു റൂമായിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അടുക്കളയ്ക്കുള്ള ഒരു പോർഷൻ നമുക്ക് പണിയാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ആ റൂമിൽ നമ്മളൊരു സ്ലാബ് പണിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സിങ്കും പിന്നെ ഗ്യാസ് കണക്ഷൻ വെക്കാനുള്ള ഒരു പോർഷനും വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ ഈ അടുക്കളയുടെ ഒരു പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്താണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഹാളിൽ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് വാഷ് ബേസിൻ വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അടുക്കളയുടെ ആ പോർഷൻ ആ റൂമിൽ തന്നെയാണ് നമ്മളൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തേക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീട്. പെയിൻറ്റിങ് ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. വൈറ്റ് വാഷ് മാത്രമേ ഉള്ളൂ. അകത്തെല്ലാം വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. പുറത്തേത് വെയിലൊക്കെ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളത് പെയിൻറ്റിങ്ങിൽ വെച്ചേക്കുക കേട്ടോ. വരണം വരണം മിസ്റ്റർ ഇന്ത്യച്ചൂടൻ. നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് താമസമാകുകയാണ്. ആവുമോ അങ്ങനെ ഇട്ട് കുലിക്കാന്? അപ്പോൾ പുറത്ത് ഈടികെട്ടിൻ്റെ പണിക്കാരുണ്ട് കേട്ടോ, 4 പേരുണ്ട്. അപ്പോൾ അവർക്ക് ഉച്ചക്കലത്തേക്ക് ഫുഡ് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1:30 ആയപ്പോഴത്തേക്ക് അവരെ വിളിച്ച് കഴിക്കാൻ കൊടുത്തു. ഞങ്ങൾക്കും കൂടിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നമ്മളും ഒന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. എല്ലാം പെറുക്കി ഒതുക്കുന്നതൊക്കെ ജോലിയായിരുന്നു അതുകൊണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ അവിടുത്തെ അംഗമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. കുഞ്ഞാ കുഞ്ഞാ, ഓ വലിയ ഗമയിലിരിക്കുക. അതാ പറഞ്ഞ നല്ല സ്വഭാവം കാണിക്കണം, അല്ലെങ്കിൽ അവനതെല്ലാം കണ്ടുപഠിക്കുമെന്ന്. എനിക്ക് അച്ചാറൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ഭക്ഷണശാല തിന്നാൻ പോവാണ്. വലിയ ആളാൻ പോയി ഷാർട്ട് നോക്കുന്നതാണ്. നിങ്ങളെ 3 പേർ കൂടെ കയറാം, അതുപോലെ വെളിയിലെ കയറണം. അതെന്തുവാടാ? അത് നിനക്ക് പറ്റിയ സൈസ് ഒന്നുമില്ലേ?
കുഞ്ഞോയ്ക്ക് പറ്റിയ വല്ലതും ഉണ്ടോ? മീശ വിളിച്ചോടെ വണ്ടാനോ? ഇപ്പൊ എന്തൊരു ഐശ്വര്യ മുഖം കാണാന്. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തേടെ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കോ നല്ല മഴയായിരുന്നു. മഴയൊക്കെ പെയ്ത് തോർന്നു. 3 മണിയായി. അപ്പോൾ നമ്മളിനിയും വീട്ടിലോട്ട് കൊണ്ട് കയറാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഞങ്ങളുടെ ചെറിയ വിശ്വാസം അനുസരിച്ച് മുറത്തിൽ ഇതുപോലെ അരി, ഉപ്പ്, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് കയറേണ്ടത്. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വിളക്ക് കത്തിച്ചിട്ടാണ് ആദ്യം അങ്ങോട്ട് കയറുന്നത്. പിന്നെയാണ് ഈ പലചരക്ക് സാധനങ്ങളുമായിട്ട് കയറുന്നത്. എല്ലായിടത്തെയും വിശ്വാസങ്ങളൊക്കെ വ്യത്യാസം കാണും. അപ്പോൾ അതനുസരിച്ച് ആരും നെഗറ്റീവ് ഒന്നും പറയരുത്. ഞങ്ങളിങ്ങി പോന്നു. ഒന്നും തൊടല്ലേ. മണിയമ്മ വരുന്ന നിലവിളക്കൊക്കെ ഒരുക്കി കത്തിച്ച് നമ്മളങ്ങോട്ട് കയറാൻ തുടങ്ങുവാണ്. നിലവിളക്ക് കത്തിക്കുന്നത് കണ്ടപ്പോഴും ഒരു പോസ്റ്റിൻ്റെ താഴെ ഒരാൾ ചോദിച്ചായിരുന്നു ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊക്കെ. അതിനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസും ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കായിരിക്കും സംശയം. എന്നാലും നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ആ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുവേ. മറ്റേ ഞെക്കിയിട്ട് കത്തി ഞെക്കി വെച്ചേക്കോലല്ലോ. വീണ്ടും പറയുകയാണ്, ഇതൊന്നും ആധികാരികമായ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെടുത്തരുത്. നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു, വീട്ടിലോട്ട് കയറുന്നു, അത്രയേ ഉള്ളൂ. ഇത്രയെങ്കിലും നടന്നു കിട്ടിയത് ദൈവാനുഗ്രഹം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇത് പിടിച്ചോണം. അപ്പൊ അമ്മയുടെ കൂടെ മോൻ കയറി വരണം. ആ ശരി, പൂരി ചോട്ട് കൂടെ പിടിച്ചോ. ആ എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹമാണെന്നറിയാമോ ഇന്നത്തെ ഈ ദിവസം നടന്നു കിട്ടിയത്. എൻ്റെ ആങ്ങളയ്ക്കൊരു വീട്, അത് എത്ര ചെറുതോ വലുതോ ആയാലും അവന് സ്വന്തം എന്ന് പറയാനൊരിടം, അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പ്രിയങ്ങളെ. ഇത്രയെങ്കിലും ഈശ്വരൻ നടത്തി. നിലവിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു രാത്രി പോലും ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിലില്ല ഇത് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ജോലി ചെയ്യുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. പക്ഷേ നീ എന്ത് സമ്പാദിച്ചു, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവന് ഉത്തരം പറയാൻ അറിയില്ല. കാരണം അവൻ അതിനൊന്നും കണക്ക് സൂക്ഷിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഞാനൊരു വീട് വെച്ച് താമസമായപ്പോഴും എനിക്ക് ആകെയുള്ള സങ്കടം അവനൊരു വീടില്ലല്ലോ എന്നുള്ളതായിരുന്നു. ഞാൻ സമ്മതിച്ചു. ഇനി ഇളക്കണ്ടോ വെച്ചേ, ഇനി ഇളക്കണ്ട, തിളച്ച് പോങ്ങട്ടോ.
കൊണ്ടുപോകുന്നു തോന്നി. പാലിനി അതിനകത്തില്ല. പാലൊക്കെ കാച്ചി കഴിഞ്ഞ് ഇച്ചിരി പായസം കൂടി വെക്കുന്നുണ്ട്. പാലടയാണ്. അപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞു. അവർക്കുള്ള ചായ എടുത്തു. ചായയുടെ കൂടെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് അതും കൂടി ചേർത്താണ് ഇന്ന് കൊടുക്കുന്നത്. ഇന്ന് അവർക്ക് ചായ മാത്രമാണ് കൊടുക്കുന്നത്. ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അത്രയേ ഉള്ളൂ. കൊടുത്തു പാല് കാച്ചി. പിന്നെന്തോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഫോൺ വിളിച്ചോണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് കേൾക്കാറുണ്ട്. അവൻ അന്നേരം വന്നതുകൊണ്ട് യോ തുടരുത്. ട്യൂബ വെളിയിലോട്ട് പോകും. മതി. കഴിക്കുന്നില്ലല്ലോ. കുറെ ആൾക്കാർ സാധനം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എന്താ കൊണ്ടുവരുന്നതെന്ന് ഞാനിപ്പോ കാണിക്കാം. ദൈവമേ, ഓ ദൈവമേ, കണ്ടോ? മോനെ മാറിക്കോ മോനെ. മോനെ കേശ് മാറിക്കോ മോനെ. മാറിക്കോ. മോനെ കാലെടുക്കും മോനെ. ദൈവമേ, ഇങ്ങോട്ട് വന്നതാട്ടോ. പാല് കാച്ചി പായസം വെച്ചു. നമ്മളെല്ലാവരും പായസമൊക്കെ കുടിച്ചു. ജോലിക്കാർക്കും കൊടുത്തു. തൊട്ട് മുമ്പിൽ താമസിക്കുന്ന വീട്ടിൽ അവിടെ ഇച്ചിരി പായസം കൊടുത്തു. അതായിരുന്നു നമ്മുടെ വീടിൻ്റെ പാല് കാച്ചൽ കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ മനസ്സാ ദൈവത്തെ വിളിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കി ഇത്രയും ദൈവം നടത്തി. ഇനിയുള്ള കാര്യങ്ങളും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ ഒരു വീടിൻ്റെ സമാധാനം എന്ന് പറയുന്നത് ആ വീട്ടിൽ വസിക്കുന്ന മനുഷ്യരാണ് അല്ലേ. അവർക്ക് പരസ്പരം സ്നേഹവും സഹകരണവും ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര വലിയ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയാലും, എത്ര വലിയ പൂജ നടത്തിയാലും, വാസ്തുബലി നടത്തിയാലും ആ വീട്ടിലൊരു സ്വസ്ഥതയില്ല. പരസ്പരമുള്ള സ്നേഹവും പരിഗണനയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊക്കെ അനുഭവമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങൊക്കെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്ത് തീർത്തതാണ്. പക്ഷേ ഈ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ കാരണം ഈ വീട്ടിൽ എപ്പോഴും അലോക്യവും വഴക്കും സന്തോഷക്കേടും ഒക്കെ ആയിരുന്നു. അതുപോലെ എനിക്കതിലൊന്നും ഒരുപാട് വലിയ വിശ്വാസങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ദൈവചിന്തയോടെയാണ് ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും
എൻ്റെ ദൈവമേ എന്നൊരു വിളി എൻ്റെ മനസ്സിൽ നിന്ന് അറിയാതെ വന്നു പോകും. ഇടയ്ക്കൊരു കോൾ വന്ന് അങ്ങോട്ട് പോയതാട്ടോ. നമ്മുടെ ഓസിൻ ഭായിയാണ്, നമുക്ക് എന്നും ചായ തരുന്ന ഓസിൻ ഭായി. അപ്പം ചിലവുണ്ട്, നാളെ വരുമ്പോൾ ലിസ്റ്റ് തരാം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു, നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഒക്കെ തോന്നിയേക്കാം. കാരണം നിങ്ങൾ ഒരു വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് പോലെ അല്ല ഇതെന്നുള്ളത് എനിക്കറിയാം. അപ്പം ഞാനതാണ് പറഞ്ഞത്, എൻ്റെ സാഹചര്യം അനുസരിച്ചാണ് ഞാൻ ഓരോന്നും ചെയ്തത്. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് വിപുലമായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ, വീടിന് വേണ്ടിയിട്ടും ചെയ്യാനില്ല, ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആസ്തി പോരാത്തത് കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലൊരു മനസ്സർപ്പിച്ച് അങ്ങ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ഇത് നടക്കുമെന്നോ ഇങ്ങനെ ഒരു കാര്യം ഈ ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്നോ ഒന്നും എൻ്റെ പ്രിയങ്ങളെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പിന്നെ വീടിൻ്റെ കാര്യം പലരും ഈ വീട് എൻ്റേതാണോ എന്ന് ചോദിച്ചവരുണ്ട്, ഇപ്പോൾ വെക്കുന്ന വീട് എൻ്റേതാണോ എന്ന് ചോദിച്ചവരുണ്ട്. പിന്നെ ഇത് വാടകയ്ക്കാണോ, പിന്നെ ഒരു ചോദ്യമാണ് ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് വീട് വെക്കുന്നത്. അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളും സംശയങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ചാനലുകൾ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ സംശയമായിരുന്നു ഇത് എൻ്റെ സ്വന്തം വീടാണോ റെൻറ്റിനാണോ എന്നുള്ളത്. അതിനൊരു ഉത്തരവെന്ന് പറഞ്ഞാൽ, ഈ വസ്തു ഒരു 11 സെൻറ്റ് സ്ഥലമാണ്, 10.25 സെൻറ്റ് സ്ഥലം അമ്മയോട് വില കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഈ വസ്തു മേടിച്ചിട്ടിരുന്നെങ്കിലും ഞങ്ങളിവിടെ വീട് വെക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നും അല്ലായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് അസുഖമായി. ഞങ്ങൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ട്രീറ്റ്മെൻറ്റൊക്കെ ആയി ഞങ്ങൾക്ക് റെൻറ്റ് തന്ന വീട്ടുകളിൽ നിന്നൊക്കെ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അതൊക്കെ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ കാരണമാണ്. അങ്ങനെയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഞാൻ ഒരുപാട് അലയേണ്ടി വന്നപ്പം ഞാനായിട്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ മുൻകൈ എടുത്തത്. എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, എനിക്കിത് വിറ്റിട്ടാണെങ്കിലും ഒരു മുറിയും ബാത്റൂമും പണിഞ്ഞു തന്നാൽ മതി. സ്വന്തം വീടെന്ന് പറഞ്ഞ് കയറി കിടക്കണം. വാടക വീട്ടുകളിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെ പോരുത്, അതെടുക്കരുത് ഇതെടുക്കരുത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇരുന്നൊക്കെ പരാതി. പിന്നെ ഒരു വീട് നോക്കാൻ ചെല്ലുമ്പോഴത്തേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുന്നത്, കയറി ഇറങ്ങി പെറുക്കി കെട്ടി നടക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആലോചിക്കാൻ വയ്യാത്ത കാര്യമാണ് ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. അപ്പോൾ അങ്ങനെയും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ, ശാരീരികമായിട്ടും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് തുടങ്ങിയപ്പോഴാണ്, എനിക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു വീട് വെക്കുന്നതിനെ പറ്റി പറഞ്ഞത്. ആദ്യമൊക്കെ എതിർപ്പായിരുന്നു, ബാധ്യത ഉണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബാധ്യത ഉണ്ടാക്കണ്ട, ഒരു മുറി മതി, ഒരു മുറി ഒരു ബാത്റൂം മതി, അതിനകത്ത് കഴിഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വീട് പണിക്കുള്ള കാര്യങ്ങൾ അടുപ്പിച്ചതും. പിന്നെ തറ കെട്ടിയിടാമെന്നും പറഞ്ഞുകൊണ്ട് 2 മുറിയും ഈ പറയുന്ന രീതിയിലുള്ള വീടിന് വേണ്ടിയിട്ടുള്ള തറ കെട്ടി. അപ്പോൾ വീട് പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോണിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലോൺ ഒരു 5 ലക്ഷം രൂപ ലോണും കൂടി എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട് വെച്ചത്. പണി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പണികളും ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തീർത്തു. എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്വപ്നങ്ങളൊന്നും എനിക്ക് വീടിനെ പറ്റിയില്ല. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു ആ മോഡൽ വേണം, ഈ മോഡൽ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, കിച്ചണിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണം, ബാത്റൂമിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണം, സ്റ്റെയർ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീടിനെ പറ്റി സ്വപ്നം കാണാറുണ്ട്. എനിക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങളില്ലായിരുന്നു. എനിക്ക് വാടക വീട്ടിൽ നിന്ന് സ്വന്തം ഒരു മുറിയിലേക്കെങ്കിലും സ്വന്തം എന്ന് പറഞ്ഞ് താമസിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂവണിഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഏപ്രിൽ 5-നായിരുന്നു ഈ വീടിൻ്റെ പാലുകാച്ചലിന് നമ്മൾ വീട് കൂതാശയൊക്കെ ചെയ്ത് അങ്ങനെ പാല് കാച്ചി ഇവിടെ താമസമായി. ഇവിടെ താമസമായതിനു ശേഷം ഞങ്ങൾക്കിടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ രൂക്ഷമായി. ഇപ്പോൾ നമ്മൾ ഈ അവസ്ഥയിലോട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ലോണൊക്കെ പെൻഡിങ് ആയി. എൻ്റെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്വന്തമാണോ റെൻറ്റിനാണോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഈ വിശദമായ വിവരങ്ങൾ ഞാൻ പറയുവാണ് കേട്ടോ. ഇത് ബാങ്ക് ലോണുണ്ട്, അത് ഏത് സമയവും ജപ്തി ചെയ്യപ്പെട്ടേക്കാം. ആ അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ വീടുള്ളത്. പിന്നെ അത് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എനിക്ക് നഷ്ടപ്പെടരുതെന്ന് തീവ്രമായ ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളും ഞാനുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് കയറി താമസിച്ച വീടാണ്. അതെനിക്ക് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് എൻ്റെ ഹൃദയം പറിച്ചു കളയുന്നത് പോലെയാണ്. ഈ വീടിനോട് എനിക്ക് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട്. ഈ വഴിയൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സുഖ സൗകര്യങ്ങളോടെ ഇവിടെ കഴിയാൻ പറ്റും. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ
അത്യാവശ്യം നല്ല വീട്ടിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതെൻ്റെ സ്വന്തമാണോ റെൻറ്റിനാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. എന്നെങ്കിലും സ്വന്തമാകും എന്ന വിശ്വാസത്തിലാണ്. സ്വന്തമാക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്കെങ്കിലും നാളെ എന്നെ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അലഞ്ഞു തിരിഞ്ഞ് വാടക വീടുകളിൽ കയറി ഇറങ്ങാൻ ഇടവരരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇത് സ്വന്തമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ രണ്ടാമത്, അത് വീട് വെച്ചത് ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ്. ആങ്ങളയ്ക്കും കുക്കുവിനും മക്കൾക്കും അമ്മയ്ക്കും കൂടി താമസിക്കാൻ വേണ്ടിയിട്ടാണ് വീട് വെച്ചത്. പിന്നെ ആ വീട് വെക്കുക എന്ന് പറയുന്നത് ആങ്ങളെ സംബന്ധിച്ച് അവരൊരു സ്വന്തം വീടെന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നം തന്നെയായിരുന്നു. കുക്കുവിന് അവർക്കവിടെ വീടുണ്ട്. കുക്കു അവരൊരു മോളേ ഉള്ളൂ. അവനെ സംബന്ധിച്ച് സ്വന്തം വീടെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വപ്നം തന്നെയാണ്. പക്ഷെ അവനതിനുള്ള ത്രാണിയില്ലായിരുന്നു ഇപ്പം. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നമ്മൾ ലൈഫിൻ്റെ വീടിന് കൊടുത്തപ്പോൾ അതിനെ അനുവദിച്ചിട്ട് പോലും കയ്യിൽ നിന്ന് എടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മളത് റിജക്റ്റ് ചെയ്തു. രണ്ടാമതും നമുക്ക് വന്നപ്പം അത് റിജക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ലാപ്സായി പോകും, പിന്നെ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. 4 ലക്ഷം രൂപ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് മുൻകൈ എടുത്തിറങ്ങിയതാണ്. നമുക്ക് നടത്തിയെടുക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം, നീ കുറേശ്ശെ കടം വീട്ട് എന്ന് പറഞ്ഞ് ഞാൻ അവന് ധൈര്യം കൊടുത്തു എന്നുള്ളതല്ലാതെ ഈ ബാധ്യതകളൊന്നും എൻ്റെ തോളിലല്ല കേട്ടോ. അവന് ആയുസ്സും ആരോഗ്യവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ആ കടങ്ങളെല്ലാം വീട്ടിയെടുക്കും. അപ്പം അതാണ് ആ വീടിനെ പറ്റിയുള്ളത്. സ്വന്തം വീടെന്ന് പറയുന്നത് അതൊരു ബലം തന്നെയാണ്. അതങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ചെറുതെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട്, ഒരു ഇടം അത് നമുക്ക് വേണം. അത് വേണ്ടിയത് തന്നെയാണ്, മസ്റ്റാണ്. എത്രയൊക്കെ ബന്ധങ്ങളും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും സാഹചര്യവും, ഇപ്പോഴത്തെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും കേട്ടോ. അപ്പം ഈ വീടിന് ഓൾറെഡി ലോണുണ്ട്, അത് പെൻഡിങ് ആണ്. അത് മാത്രമല്ല പ്രശ്നം, വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കുഴഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ വീട് മുക്തിയാക്കി എടുക്കണം. എനിക്ക് ഇങ്ങനെ ഒരു ആരോഗ്യത്തോടെ ഞാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയങ്ങളെ, ഞാൻ കഷ്ടപ്പെട്ട് ഈ ലോൺ ഞാൻ വീട്ടിയെടുക്കും. പക്ഷെ അതിൻ്റെ കുറച്ച് നൂലാമാലകൾ അഴിഞ്ഞു വരാനുണ്ട്. എന്നാൽ മാത്രമേ എനിക്ക് ലോൺ ക്ലോസ് ചെയ്ത് എനിക്കിതെൻ്റെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. എൻ്റെ മക്കൾക്ക് ആരുടെയും മുന്നിൽ തല കുനിക്കാതെ കയറി കിടക്കാൻ ഒരിടം അവർക്ക് ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും എൻ്റെ മനസ്സിൽ ഉദ്ദേശമില്ല. ഇതൊന്നും എൻ്റെ പേരിൽ വേണമെന്നോ ഒന്നും എനിക്കില്ല. പക്ഷെ എൻ്റെ മോനുകുട്ടനും മുത്തും ഒരിടത്തും പട്ടിണിയാണെങ്കിലും സ്വന്തം വീട്ടിൽ കിടക്കുന്നു എന്നുള്ള ഒരു വില അവർക്ക് വേണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷെ അതിന് നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കണം, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ട് കളഞ്ഞിരിക്കുകയാണ് പ്രിയങ്ങളെ. എല്ലാം ദൈവം നടത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. കുഞ്ഞു വീടാണെങ്കിൽ പോലും ഞാൻ എടുത്തൊരു തീരുമാനം എനിക്ക് നടപ്പിലാക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് പ്രിയങ്ങൾ. കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വഴക്കും സംസാരവും ഒക്കെ ഉണ്ടായി. എന്നാൽ തന്നെയും എനിക്കത് തീർത്തെടുക്കണം എന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇന്ന് വരെ ഞാനെടുത്തൊരു തീരുമാനം നടപ്പിലാക്കിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് പോലും എനിക്കില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ നടത്തി എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയെങ്കിലും ഇതിന് മുമ്പുള്ള വീട് പല വീഡിയോസിലും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ വീണേന് ഈ മഴയ്ക്കോടെ. അതുകൊണ്ട് അതിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. ബാക്കിയൊക്കെ ഇനി അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ വരുമാനവും ഒക്കെ അനുസരിച്ച് അവർ ചെയ്യട്ടെ. ഇപ്പോൾ നമുക്ക് ഇത്രയൊക്കെ മതി, ഇത്രയെങ്കിലും മതി. ഇതുപോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളുടെ മറുപടി ഇതാണ് കേട്ടോ. അങ്ങനെ സംശയങ്ങൾക്കുള്ള മറുപടി മാത്രമാണ്. ഇതിനെ വേറെ ആരും ഒരു നെഗറ്റീവായിട്ടും കാണണ്ട. നെഗറ്റീവായിട്ട് കണ്ടാലും എനിക്കത് പ്രശ്നമില്ല, ഞാൻ ആ രീതിയിലൊന്നും സംസാരിച്ചതല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ചാനലിലൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് കൊണ്ട് ചില കാര്യങ്ങളെല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൂടെ ഉള്ളതിൻ്റെ നന്ദിയും പറയുവാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാം. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും അവിടെയാണ് കിടക്കുന്നത്. പാലുകാച്ചിൽ നടന്നതുകൊണ്ട് നമ്മളിന്ന് അവിടെയാണ് ഉറങ്ങേണ്ടത്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. ഞാനിന്ന് ഇങ്ങനെ പോരാന്ന് വിചാരിച്ചതാണ്, അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ രാത്രിയിലത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ
പാല് കാച്ചി ആ അടുപ്പിൽ തന്നെ ചോറൊക്കെ വെച്ച് കേട്ടോ. പക്ഷെ കറികളൊന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാനിന്ന് കുളിച്ച് ഫ്രഷായി അങ്ങോട്ട് ചെല്ലട്ടെ. മോനുകുട്ടിനും ഞാൻ ഈ കുട്ടിയും കൂടെ അവിടെ പോയി ഉള്ള പാത്രങ്ങളും തുണിയും അതും ഇതും എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, കുഞ്ഞോനെ കൊണ്ട് പറ്റുന്നത് കുഞ്ഞോനും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമേ. എന്തെങ്കിലും ഫുഡും കൂടെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പെൻഡിങ് കിടക്കുകയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഞാൻ അങ്ങോട്ട് പോട്ടെ. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ അങ്ങോട്ട് പോവാണ്. മോനുകുട്ടൻ കുളിച്ചോ എന്തോന്ന് അറിയത്തില്ല. ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഉണങ്ങിയ തുണികളെല്ലാം പെറുക്കി വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു ഏതായാലും വീട് മാറുക, അന്നേരം കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഡ്രസ്സൊന്നും അവിടെ ഇല്ല. ഒരു ജോഡി ഡ്രസ്സ് മോനുകുട്ടനും ഒക്കെ എടുത്തു വെച്ചു. എൻ്റെ പുതപ്പും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ മന്ദം അങ്ങോട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് ചെന്നിട്ട് എന്തോ എല്ലാവർക്കും വേണമെന്നൊക്കെ ചോദിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ വല്ലതും മരുന്നതും കഴിച്ചേച്ച് ഇന്ന് നമുക്ക് നമ്മുടെ കിളിക്കൂട്ടിൽ കിടന്നുറങ്ങിയേച്ച് വരാം. നമ്മുടെ സൊമാറ്റോ ബോയിയെ നോക്കി രണ്ടുപേരവിടെ നിൽക്കുവാണ്. നമ്മുടെ രാത്രി ഭക്ഷണം ഇപ്പോൾ എത്തുന്നതായിരിക്കും. ഞാൻ ഇവിടെ ആളിനെ നിർത്തിയേക്കുവായിരുന്നു. ഞാൻ വിചാരിച്ചു പോയ വേറെ എങ്ങോട്ടേലും ആയി. ഇല്ല, അതെ അതെ അതെ. രാത്രി ഭക്ഷണം ക്യാമറാമാൻ പോരാ, നല്ല അടിയുടെ കുറവുണ്ട് ക്യാമറാമാൻ. കോഴിക്കുട്ടൻ്റെ നൂഡിൽസ് വേണോ? നൂഡിൽസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ പെരി പെരി മന്തി മാമൻ ഇച്ചിരി കൊടുത്തു വിടാൻ എടുക്കുക കേട്ടോ. ബാക്കി നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കും. ആയിട്ടില്ല ഇങ്ങനെ നോക്കി ഇതൂടെ വേർത്തട്ടെ. വേറെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്യേ അവിടെ എന്തോ ഏത് പാത്രത്തിലെ കൊണ്ടുപോകും? നമ്മുടെ പായസപാത്രം അടയായിരുന്നു. ലാസ്റ്റ് തുള്ളികൾ ജാനിക്കുട്ടിക്ക് കൊടുക്കുകയാണ്. നമുക്കിന്ന് രാത്രിയിലത്തേക്ക് കഴിക്കാനുള്ളത് ഇത് നൂഡിൽസാണ്. മോനുകുട്ടന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കൻ നൂഡിൽസും മന്തി, ഇത് പെരി പെരി. കുക്കു മാമൻ്റെ അടുക്കലോട്ട് പോയതാണ്. കുക്കു മോനുകുട്ടനോടാ പോയേക്കുന്നത്. ഇപ്പം വരും, നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം തന്ന എല്ലാ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയാം അല്ലേ. ഒരു വാർത്ത നമുക്ക് കഴിക്കാമേ. പാത്രം ഒന്നും അധികം കൊണ്ടുവന്നില്ല. ഇവർക്കിത് ഇച്ചിരി വിളമ്പി കൊടുത്തേ. ഇവർക്കിതല്ലേ ഇച്ചിരി വിളമ്പി കൊടുത്ത് താഴോട്ടിരി. അപ്പൊ നമ്മുടെ കുഞ്ഞു വീട്ടിലെ ആദ്യത്തെ രാത്രി, ആദ്യത്തെ അത്താഴം, ആദ്യത്തെ ആഘോഷം. കുഞ്ഞോ കുഞ്ഞോ ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞോ വയലൻ്റാ. ഇനി കുഞ്ഞോ ഉറങ്ങിക്കഴിഞ്ഞാലേ കുഞ്ഞ് സൈലന്റ് ആവത്തുള്ളൂ. എങ്ങനെയുണ്ട് ജാനിക്കുട്ടി? ഇഷ്ടപ്പെട്ടോ? മോനുകുട്ടനോ?
ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും വേണ്ട, സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ കഴിയണേ ഈശ്വരാന്ന് വിചാരിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.